നമസ്കാരം. 2024 തമിഴ് സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമായിരുന്നു ഇന്ത്യൻ 2. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും ശങ്കറും ഒന്നിക്കുന്നു എന്നതിന് പുറമെ 1996 റിലീസായ ഇന്ത്യൻ്റെ സീക്വൽ എന്ന നിലയ്ക്കും ചിത്രം വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. എന്നാൽ റിലീസിന് ശേഷം ഒരു ശങ്കർ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മോശം പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഇന്ത്യൻ 2 ലഭിച്ചത്. അതിനുശേഷം OTT റിലീസ് ആയപ്പോഴും മർമാണി മന്ത്രവും ഇന്ത്യൻ താത്തയും എയും ചിത്ര അരവിന്ദനും ലഞ്ചും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഒരു കണക്ക് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലായിടത്തും അടക്കി ഭരിക്കുന്നത് ഇന്ത്യൻ താത്ത എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിലെ പ്രേക്ഷകർക്ക് ഇന്ത്യൻ 2 കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത്? പരിശോധിക്കാം. ഇന്ത്യൻ 2 കുറിച്ച് പറയുന്നതിന് മുമ്പ് ശങ്കർ എന്ന സംവിധായകനെയും 90കളിലെയും 80കളിലെയും സിനിമാ ട്രെൻഡുകളെയും കുറിച്ച് പറയണം. സമൂഹത്തിൽ അനീതിക്കെതിരെ പോരാടുന്ന നായകൻ, അല്ലെങ്കിൽ സാഹചര്യങ്ങളാൽ കുറ്റവാളിയാക്കപ്പെട്ട നായകൻ, അല്ലെങ്കിൽ കടക്കണിയിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അതെല്ലാം തിരിച്ചു പിടിക്കുന്ന നായകൻ. ഇതൊക്കെ 90കളിലെ സിനിമാ ട്രെൻഡുകൾ തന്നെയായിരുന്നു. അങ്ങനത്തെ ഹീറോയ്ക്ക് ഒരു ആൻറ്റി ഹീറോ ഇമേജും ആ കാലത്തെ സിനിമകളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റ് വേണമെന്ന് നിർമ്മാതാക്കളുടെ അതിസമ്മർദ്ദം മൂലമാണ് ശങ്കർ ജെന്റിൽമാൻ എഴുതുന്നത്. ചിത്രം വലിയ രീതിയിൽ വിജയമാവുകയും ചെയ്തു. ആ കാലഘട്ടത്തിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പിഴവുകളുമാണ് ചിത്രം പ്രാഥമികമായിട്ട് മുന്നോട്ട് വെച്ചത്. ചിത്രം വലിയ വിജയമായതോടുകൂടി ശങ്കർ എന്ന സംവിധായകനെയും ഏവരും ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. അതിന് പിന്നാലെ വന്ന കാതലനും ഹിറ്റായതോടുകൂടി ശങ്കർ ഏറ്റവും ഹോട്ട് ഡയറക്ടർമാരിൽ ഒരാളായി മാറി. ഈ കാലയളവിൽ തന്നെ പെരിയ മനുഷ്യൻ എന്നൊരു കോൺസെപ്റ്റ് പല സൂപ്പർ താരങ്ങളോടും ശങ്കർ പറയുകയുണ്ടായി. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടക്കാതെ പോവുകയാണ്. ഈ കാലയളവിൽ തന്നെയാണ് ശങ്കറും കമലഹാസനും ഒന്നിക്കുന്നെന്ന വാർത്ത സിനിമാ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചത്. കാരണം കമലഹാസനെ കുറിച്ച് ഇൻഡസ്ട്രിയിൽ ആ സമയത്തുണ്ടായിരുന്ന റൂമറായിരുന്നു അദ്ദേഹത്തിന് സർക്കിളിൽ നിന്ന് മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്നത്. ആ റൂമറുകളൊക്കെ കാട്ടിപ്പറത്തിക്കൊണ്ടാണ് തമിഴ് സിനിമയിലെ ഏറ്റവും ഹോട്ട് സംവിധായകനായ ശങ്കറിന് കമലഹാസൻ കൈ കൊടുക്കുന്നത്. ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കം തന്നെയായിരുന്നു ഒരു കണക്കി പറഞ്ഞ. ഇന്ത്യൻ എന്ന സിനിമ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവാൻ അതിൻ്റെ പ്രിമൈസ് തന്നെയാണ് കാരണം. സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, തൻ്റെ മകൻ എന്ന് പോലും നോക്കാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന സേനാപതിയുടെ പല തീരുമാനങ്ങളും പ്രേക്ഷകർ വളരെയധികം കണക്ട് ചെയ്തു. ഇന്ത്യൻ താത്തയുടെ ബാക്ക് സ്റ്റോറിക്കും അത്രത്തോളം റിപ്പീറ്റ് വാല്യൂ ഉണ്ടായി. പാട്ടുകൊണ്ടും മേക്കിംഗ് കൊണ്ടും ചിത്രം വേൾഡ് ക്ലാസ് എന്നറിയപ്പെട്ടു. ലോക സിനിമയ്ക്ക് മുന്നിൽ ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിക്ക് പ്ലേസ് ചെയ്യാവുന്ന ചിത്രമായിട്ട് ഇന്ത്യൻ മാറുകയും ചെയ്തു. അങ്ങനെ ഇൻസ്റ്റന്റ് ക്ലാസിക്കായിട്ട് ഇന്ത്യൻ നിൽക്കുമ്പോഴാണ് ശങ്കർ എന്ന സംവിധായകൻ്റെ ബ്രാൻഡ് വാല്യൂ ഇരട്ടിയാകുന്നത്. പിന്നീട് അദ്ദേഹം മുതലവനും അന്യനും എന്തിനും ഒക്കെ ചെയ്യുന്നെങ്കിലും ഇന്ത്യൻ എന്ന സിനിമ അദ്ദേഹം എന്ന മേക്കറിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കുകളൊന്നായിട്ട് അറിയപ്പെടുകയും ചെയ്തു. 1996 മുതൽ 2018 വരെ ശങ്കർ പല സിനിമകളും സംവിധാനം ചെയ്തു, അതും പല ജോണറുകളിൽ. അതൊക്കെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ ചരിത്രം നേടിയ വിജയങ്ങളായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകങ്ങളിൽ ഒരാളായിട്ട് ശങ്കർ മാറുകയും ചെയ്തു. ബ്രഹ്മാണ്ഡം എന്ന വാക്കിന് പര്യായമായിട്ട് പലരും പറയുന്നത് ശങ്കർ എന്ന സംവിധായകനെയാണ്. എന്നാൽ ഇന്ത്യൻ 2 അനൗൺസ്മെൻറ്റ് തൊട്ട് ആ ഒരു ചിത്രത്തിനോടുള്ള വളരെ എക്സൈറ്റ്മെൻറ്റ് ആരാധകർക്ക് താരതമ്യേന കുറവായിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ 2 കാരണങ്ങൾ, ഒന്ന് ഇന്ത്യൻ 1 വിജയവും 2 ഇന്ത്യൻ 1 ആശയവും തന്നെയായിരുന്നു. സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്ന നായകൻ എന്നൊരു കോൺസെപ്റ്റിൽ നിന്നും സിനിമ ഒരുപാട് മാറുന്ന സമയത്താണ് ഇന്ത്യൻ 2 അനൗൺസ്മെൻറ്റ് വരുന്നതെന്ന് പറയാം. കാരണം ഈ കാലയളവിലൊക്കെ ശങ്കർ സിനിമകളുടെ അടക്കം ക്രക്സ് പോയിന്റുകളായിരുന്നു ഈ അഴിമതിയും കൈക്കൂലിയും പവർ ദുരുപയോഗം ചെയ്യലും നീതി നിഷേധിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് അത്തരം ടോപ്പിക്കിൽ നിന്നും പ്രേക്ഷകർ ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യൻ 2 വരുന്നതും, അല്ലെങ്കിൽ ഇന്ത്യൻ 2 പ്രോസസ്സ് മുഴുവനായിട്ട് നടക്കുന്നത്. 2017-18 കാലയളവിൽ തുടങ്ങിയ ഇന്ത്യൻ 2 അവസാനിക്കുന്നത് 2024 കൂടിയാണ്. ഒരു ലോങ് വെയിറ്റിംഗ് പീരീഡ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് കുറയ്ക്കുകയുണ്ടായി എന്ന് പറഞ്ഞാലും സത്യമാണ്. എന്നാൽ ശങ്കർ എന്ന സംവിധായകൻ ഈ കാലത്ത് കമലഹാസനെ പോലെയുള്ള താരത്തെ ഇന്ത്യൻ താത്തയായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന എക്സൈറ്റ്മെൻറ്റും ആരാധകർക്ക് ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. കാരണം ശങ്കർ എന്ന സംവിധായകൻ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ 2 ആരാധകർക്ക് ഏറ്റവും കൂടുതൽ അരോചകമായി തോന്നിയത് ആ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്കൊരു കണക്റ്റ് തോന്നിയില്ല എന്നുള്ളതാണ്. മുൻകാലത്ത് പല ശങ്കർ സിനിമകൾ, ഇപ്പം മുതലവനാണെങ്കിലും അന്യനാണെങ്കിലും ശിവാജിയൊക്കെ ആണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തികളോട് വളരെയധികം പ്രേക്ഷകർ കണക്റ്റായി എന്നുള്ളതാണ്. കാരണം അത്തരം കാര്യങ്ങളോടൊക്കെ വളരെയധികം ജസ്റ്റിഫൈ ആയിട്ടാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തത്. എന്നാൽ ഇന്ത്യൻ 2 വരുമ്പോൾ ഡയലോഗ്സിലടക്കം ക്രിഞ്ചടിക്കുന്ന മൂമെൻറ്റ്സ് വളരെയധികം കൂടുതലായിരുന്നു.
അത്തരം മൊമെന്റുകൾ ഈ കാലത്തെ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ശങ്കർ എന്ന സംവിധായകന് ഇനിയും വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന 2 പ്രൊജക്റ്റുകളാണ് വരാനിരിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ 3, പിന്നെ ഒന്ന് ഗെയിം ചേഞ്ചറുമാണ്. ഇന്ത്യൻ 2ൻ്റെ വലിയൊരു ഡ്യൂറേഷന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നത് ഇന്ത്യൻ 3ൻ്റെ ഗ്ലിംസുകളാണ്. വീരശേഖരൻ എന്ന കഥാപാത്രമായിട്ട് കമലഹാസൻ വീണ്ടും വരുമ്പോൾ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മേക്കിംഗ് വൈസ് ആണെങ്കിലും അതിൻ്റെ കാണിച്ച സ്റ്റഫുകളൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രോമിസിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഗെയിം ചേഞ്ചർ കാർത്തിക് സുബ്രാൻ്റെ ഒരു സ്റ്റോറിയിൽ നിന്നുണ്ടാകുന്നതാണ്. രാം ചരൺ ശരിക്കും ലിറ്ററലി പറയുകയാണെങ്കിൽ RRRന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ഇത്തരം ഫാക്ടറുകളൊക്കെ ചിത്രത്തിന് സ്പെഷ്യലാക്കി നിർത്തുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യൻ 2നോടുള്ള ചില കാര്യങ്ങളൊന്നും പ്രേക്ഷകർ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത് ഇന്ത്യൻ താത്തയും മർമാണി മന്ത്രവും ഒക്കെ തന്നെയാണ്. കാരണം റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള നടന്നിട്ടുള്ള പല കാര്യങ്ങളും ആരാധകർക്ക് വളരെയധികം കണക്റ്റ് ആവാൻ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം പല ക്യാരക്ടേഴ്സും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വളരെയധികം ചിത്രത്തിൽ ഉടനീളം റെലവൻ്റ് ആയിട്ട് തുടരുകയും ചെയ്തു. നിങ്ങൾ ഇന്ത്യൻ 2 കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് തോന്നിയെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നന്ദി, നമസ്കാരം.